ഇവർക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, ഇവർ ജയിക്കില്ല. ആ ധാരണ മാറിയത് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ജയിച്ചു. അതിന്റെ തൊട്ടു പിറകെ കോർപ്പറേഷൻ ജയിച്ചു. BJPക്ക് വോട്ട് ചെയ്യുന്നത് വേസ്റ്റ് ആകുന്ന വോട്ടല്ല. ആ വോട്ട് കൊണ്ട് സമൂഹത്തിൽ മാറ്റമുണ്ട്. പോരാട്ട വീര്യം നിറഞ്ഞൊരു നേതാവാണ്, പക്ഷെ വളരെ ശാന്തനായിട്ടാണ് എപ്പോഴും കാണാറുള്ളത്. നമ്മുടെ പോരാട്ട വീര്യവും അതൊക്കെ അനീതിക്കെതിരായിട്ടാണ്, ഒരു പ്രശ്നത്തിനെതിരായിട്ടാണ്, വ്യക്തിക്കെതിരായിട്ട്. ഇപ്പൊ വിദേശകാര്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാരിൽ ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം. ആളുകളെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിച്ചു, അങ്ങോട്ട് പോകാൻ വേണ്ടി സഹായിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങോട്ട് വരലോ അങ്ങോട്ട് പോരല്ല, മനുഷ്യജീവൻ രക്ഷപ്പെടുന്നു. 5 വർഷമായിട്ട് കഴക്കൂട്ടം ഭാഗത്ത് വരുന്ന ആളുകൾക്ക് ഇങ്ങനെയൊരു ട്രാഫിക് ജാം ഉണ്ടായിരുന്നു എന്ന് പോലും അറിയാത്ത രീതിയിലാണ്. ഇതാണ് പണ്ടത്തതും ഇപ്പോഴത്തതും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തിയാൽ കാണും. കഴക്കൂട്ടം വലിയ സാധ്യതകളുള്ള പ്രദേശം. അതിനെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക, അത് കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാവും. തലശ്ശേരി പോലെയുള്ള ഒരു പട്ടി ഗ്രാമത്തിൽ നിന്ന് സംഘത്തിലൂടെ BJPയിലൂടെ വളർന്നു വന്നൊരു നേതാവാണ്. എങ്ങനെ എത്തി എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും ആവും എന്നുള്ള പ്രതീക്ഷയിലുമല്ല. ചുറ്റുമുള്ള ആളുകളുടെ വിഷമം കണ്ട്, ആ വിഷമത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ട് അതിലൊരു മാറ്റം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം. നമുക്കുള്ളത് കഴക്കൂട്ടത്തിന്റെ സ്വന്തം V മുരളീധരനാണ്. സർ നമസ്കാരം. നമസ്കാരം. നമുക്കറിയാം, ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത്രയും തിരക്കാണ്, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഓടിയെത്താനുണ്ട്. കാരണം ഇലക്ഷൻ പെട്ടെന്ന് ഇങ്ങ് വന്നു എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ആവേശം? വളരെ വളരെ നന്നായിട്ട് പോകുന്നു. ആളുകളുടെ ഇടയിൽ വളരെ അനുകൂലമായിട്ടുള്ള സമീപനമുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പ്രസംഗമോ പൊതുയോഗമോ മാത്രമല്ല. ഇതേപോലെ എല്ലാവരും ഒരുമിച്ച് കൂടുക, സംസാരിക്കുക, ആഹാരം കഴിക്കുക, അതിനിടയിൽ പല കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അത് അതിന്റെ ഫ്ലോയിൽ അങ്ങ് പോകും. ഇപ്പൊ കഴക്കൂട്ടം എന്ന് പറയുമ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഇടമല്ല. അല്ല, 10 വർഷങ്ങൾക്ക് മുൻപ് കഴക്കൂട്ടത്ത് മത്സരിച്ചതിന്റെ ഒരു വലിയ എന്താ പറയാ ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ? അല്ല, എന്നെ സംബന്ധിച്ചോളം 2016 ഞാനിവിടെ മത്സരിച്ചു. അന്ന് ജനങ്ങൾ എനിക്ക് അംഗീകാരം തന്നില്ല. അതിനുശേഷം 6 വർഷക്കാലം MP ആയി, മന്ത്രിയായി. മന്ത്രി എന്നുള്ള നിലയിൽ എന്നെ ഏൽപ്പിച്ച ചുമതലകൾ വളരെ ശരിയായിട്ടുള്ള രീതിയിൽ, ഒരു തരത്തിലുള്ള ആക്ഷേപവും ഇല്ലാതെ എല്ലാവർക്കും പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചു. അപ്പോൾ അത് ജനങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞാൽ എൻ്റെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ആർക്കും സംശയം ഉണ്ടാവില്ല. അതുകൊണ്ട് വീണ്ടും വരുമ്പോൾ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എനിക്ക് ജനങ്ങളെ സമീപിക്കാൻ പറ്റും. ഉറപ്പായിട്ടും. ഇപ്പൊ നമുക്ക് ആളുകളിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാവരോടും നമ്മൾ പുറത്തേക്ക് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസനം എന്നുള്ളതാണ്. വികസനത്തെ കുറിച്ച് സംസാരിക്കാത്തൊരു കേരളം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വികസനം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം BJP ആണ്. അങ്ങനെ ഒരു ചിന്ത ആളുകളിലേക്ക് എത്തിക്കാൻ BJPക്ക് സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ കഴക്കൂട്ടത്തെ ജനങ്ങൾ വികസനത്തിന്റെ 2 വശങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ നമ്മുടെ മണ്ഡലത്തിന്റെ ഏറ്റവും മെയിൻ സെന്റർ ആയിട്ടുള്ള കഴക്കൂട്ടം ജംഗ്ഷൻ, ആ കഴക്കൂട്ടം ജംഗ്ഷൻ ഒരു 8-9 വർഷം മുൻപ് വരെ വളരെ ഭയങ്കര വലിയ ട്രാഫിക് ജാമായിരുന്നു. തിരുവനന്തപുരം സിറ്റിയിലേക്ക് പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഏതാണ്ട് വെട്ട് റോഡ് വരെ എത്തിക്കഴിഞ്ഞാൽ ഇനി സിറ്റിയിലെത്താൻ എത്ര സമയം എടുക്കും എന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു. കാരണം കഴക്കൂട്ടം ജംഗ്ഷൻ അത്രയും ഭയങ്കര, ആ കഴക്കൂട്ടം ജംഗ്ഷൻ കടന്നു പോകുക എന്ന് പറയുന്നത് വലിയൊരു വിഷയമായിരുന്നു. പക്ഷെ അതിന് പരിഹാരം കണ്ടെത്തിയത് നരേന്ദ്രമോദി. ഇഡ്ഡലി വേണ്ട, ഇത് മതി, ഞാൻ 2 ഇഡ്ഡലി ദിവസം. അപ്പം കഴക്കൂട്ടം ജംഗ്ഷനിൽ ദേശീയപാത വന്നു, പിന്നെ അവിടെ മേൽപ്പാലം വന്നു. അങ്ങനെ വന്നതോടുകൂടി കഴക്കൂട്ടത്തെ ട്രാഫിക് ജാം എന്നുള്ളത് ഒരു 5 വർഷമായിട്ട് കഴക്കൂട്ടം ഭാഗത്ത് വരുന്ന ആളുകൾക്ക് ഇങ്ങനെയൊരു ട്രാഫിക് ജാം ഉണ്ടായിരുന്നു എന്ന് പോലും അറിയാത്ത രീതിയിലാണ്. ഇതാണ് കഴക്കൂട്ടത്തെ ജനങ്ങൾ പണ്ടത്തതും ഇപ്പോഴത്തതും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തിയാൽ കാണുന്നത്. അതേസമയത്ത് നമ്മുടെ മണ്ഡലത്തിൻ്റെ, ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവരോടൊക്കെ സംസാരിക്കുകയായിരുന്നു. ഇവരെല്ലാവരും പറഞ്ഞത് കുടിവെള്ളം വലിയ പ്രശ്നമാണ്.
ഈ ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുടിക്കാനുള്ള വെള്ളം. അതെ, തീർച്ചയായിട്ടും. വീട് വേണം, ഭക്ഷണം വേണം, താമസ സൗകര്യം വേണം, എല്ലാ വസ്ത്രം വേണം, ഇതൊക്കെയാണ്. പക്ഷെ ആദ്യം കുടിവെള്ളത്തിലാണ് തുടങ്ങുന്നത്. അതെ, കുടിവെള്ളമില്ല, റോഡ് പൊട്ടിപ്പൊളിച്ച് കിടക്കുന്നു പല സ്ഥലങ്ങളിലും. വി മുരളീധരൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ലീഡറിനെ എടുത്തു നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എന്നെയൊക്കെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ABVP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോടൊപ്പം സാർ ചേർന്ന് നിന്നിരുന്ന ഒരു കാലമാണ്. അപ്പൊ തന്നെ തലശ്ശേരി പോലെയുള്ള ഒരു പട്ടി ഗ്രാമത്തിൽ നിന്ന് സംഘത്തിലൂടെ BJPയിലൂടെ വളർന്നു വന്നൊരു നേതാവാണ്. എങ്ങനെ എത്തി എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ തലശ്ശേരി എന്ന് പറയുന്നത് കൃത്യമായി ഭയങ്കര പാർട്ടിക്ക് കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഈ ഒരു ചിന്താഗതിയിലേക്ക് വന്ന ഒരു യാത്ര എങ്ങനെയാണ്? അല്ല, അന്നും ഇന്നും മാറ്റമില്ലാത്തൊരു കാര്യം, നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും ആവും എന്നുള്ള പ്രതീക്ഷയിലുമല്ല. ചുറ്റുമുള്ള ആളുകളുടെ വിഷമം കണ്ട് ആ വിഷമത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ട് അതിലൊരു മാറ്റമുണ്ടാകണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരാളുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ സമയത്ത്, അല്ല, ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് ആൾക്കാർ എൻ്റെ അടുത്ത് വരാറ്, വിദേശ രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നു, അവിടെ ജോലി ചെയ്തു, തിരിച്ചു വന്നു, അവരുടെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല, അവിടെ പോയി കള്ളക്കേസിൽപ്പെട്ട് ജയിലിലായി പോയി, അവിടെ പോയി അസുഖമായി, പ്രശ്നമായി, പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷ കൊടുത്തു, ഇത് പറ്റിയില്ല എന്ന് തുടങ്ങി ഈ സുഡാനിലാണെങ്കിലും യുക്രൈനിലാണെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രശ്നം വന്നപ്പോൾ ജീവൻ്റെ പ്രശ്നം, ജീവനോടുകൂടി തിരിച്ചെത്താൻ പറ്റും. ഇപ്പം ഇപ്പോഴും പോലും ഇപ്പോഴത്തെ മധ്യേഷ്യൻ സംഘർഷത്തിനിടയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട്ടിലുള്ള ഒരു ഡോക്ടർ, അവരൊരു കോൺഫറൻസിന് പോയതാണ്, തിരിച്ചു വന്നപ്പോൾ അവർ ദുബൈയിൽ സ്റ്റക്കായി. അവർ സ്വയം അസുഖമുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അവരുടെ സഹോദരൻ എനിക്ക് മെസ്സേജ് അയച്ചു, എനിക്ക് പരിചയമൊന്നുമില്ല, എനിക്കൊരു മെയിൽ അയച്ചു, ഇങ്ങനെ എൻ്റെ സഹോദരി ഇങ്ങനെ അസുഖമുള്ളൊരു ആളാണ്, അവരുടെ മരുന്ന് തീരാറായി, അപ്പോൾ അവർക്ക് അടിയന്തരമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തണം. അപ്പോൾ ഞാൻ അവിടുത്തെ എംബസിയോട് സംസാരിച്ചു, അവർ നാട്ടിൽ. അപ്പോൾ ഏറ്റവും വില പിടിച്ച കാര്യം മനുഷ്യജീവനാണ്. ഇപ്പോൾ വിദേശകാര്യ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാരിൽ അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം. നമ്മൾ പറയുമ്പോൾ എന്താ, ആളുകളെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിച്ചു, അങ്ങോട്ട് പോകാൻ വേണ്ടി സഹായിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങോട്ട് വരലും അങ്ങോട്ട് പോലെയല്ല, മനുഷ്യജീവൻ രക്ഷപ്പെടുന്നു. ബാക്കിയുള്ള വികസനമൊക്കെ ജീവൻ ഉണ്ടെങ്കിലേ വികസനത്തിന് പ്രസക്തിയുള്ളൂ. അപ്പൊ ജീവന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അപ്പൊ ആ പ്രവർത്തനം ചെയ്യുന്നതിലുള്ള സന്തോഷമാണ് ഇപ്പോഴും. ഇപ്പൊ ഇന്നലെ ഞാൻ പോയപ്പോൾ ഒരു വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു, 10-18 വർഷമായി ഇതിൽ ഈ പുതിയ വീടിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട് നാട്ടിൽ. ഭൂമിയുണ്ട്, ഇതില്ല, വീടില്ല, പണി ചെയ്യാൻ പറ്റിയിട്ടുള്ള ആൾക്കാരുണ്ട്, പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെക്ക് ഒരു താങ്ങായിട്ട് മാറാൻ കഴിയുമോ? ഇതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ ഒരു പൊതുപ്രവർത്തകനാക്കിയത്. അതാണ്, അത് വിദ്യാർത്ഥിയായിരുന്ന കാലത്തുള്ള ചില അനുഭവങ്ങൾ കാരണമായിട്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു എന്താ പറയാ ധൈര്യം തന്നിട്ടുള്ള, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് അത്രത്തോളം അടുപ്പിച്ച ഒരു ഓർമ്മ പങ്കുവയ്ക്കാനുണ്ടാകുമോ? ധാരാളം. ഒരെണ്ണം പറയാവോ നമുക്ക് വേണ്ടി? എനിക്ക് ഒരു തവണ ഞാൻ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ആൾക്കാർ ആഹാരം കഴിക്കുന്നു. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഇരുന്ന അയാൾ കഴിച്ചത് എന്തോ മാംസമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറത്ത് പ്ലാറ്റ്ഫോമിൽ സാർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു. അപ്പോൾ ഇയാൾ കൊടുത്തത് ഈ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള എല്ലുണ്ടല്ലോ, അത് ഉൾപ്പെട്ടിട്ടുള്ള സാധനമാണ് കൊടുക്കുന്നത്. അത് വാങ്ങിയിട്ട് അയാൾ പോയി. അപ്പോൾ അയാൾ എത്ര ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ജീവിക്കുന്ന ഒരു നാട്,
അതുപോലെ രാത്രി പലപ്പോഴും ഞാൻ തീവണ്ടി ഇറങ്ങി താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ മഴക്കാലത്ത് കടത്തിണ്ണയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മുകളിൽ കെട്ടിയിട്ട് അതിനകത്ത് കിടന്നുറങ്ങുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ അധികം കാണാറില്ല, പക്ഷെ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ചുമതല അതിന് പരിഹാരം കണ്ടെത്തലാണ്. ഇതാണ് ഇങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ. പിന്നെ അതിൽ എന്താണ് യഥാർത്ഥ വഴി പരിഹാരം കണ്ടെത്താൻ എന്ന് കാണിച്ചു തന്ന മുതിർന്ന അക്കാലത്തെ സംഘടനാ പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒരു മാർഗനിർദ്ദേശം തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ഇപ്പോ വിദ്യാർത്ഥിയായിരുന്ന കാലം തൊട്ട് തുടങ്ങി ഏതാണ്ട് 45 കൊല്ലം ആയിട്ട് അങ്ങനെയുള്ളൊരു പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ചെറിയ പ്രായത്തിൽ തന്നെ ABVP പല ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ഭയങ്കര എന്താ പറയാ പോരാട്ട വീര്യം നിറഞ്ഞൊരു നേതാവാണ്. പക്ഷെ വളരെ ശാന്തനായിട്ടാണ് എപ്പോഴും കാണാറുള്ളത്. അപ്പോ ശരിക്കും അത് എങ്ങനെയാണത്? നമ്മുടെ പോരാട്ട വീര്യവും ശാന്തമൊക്കെ അനീതിക്കെതിരായിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനെതിരായിട്ടാണ്, വ്യക്തിക്കെതിരായിട്ടല്ല. ഇപ്പൊ വ്യക്തികളോട് ശാന്തമായിട്ട് നിൽക്കുക, സാഹചര്യങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചു, അതാണ് നിലപാട്. ഇഷ്യൂസിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല, ഇൻഡിവിജ്വൽസിന്റെ കാര്യത്തിൽ അവരോട് ഏറ്റവും മൃദുവായിട്ട് പെരുമാറും. ഞാൻ എപ്പോഴും ചിരിച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ പഴയ കഥകളൊക്കെ കേൾക്കുമ്പോ ഭയങ്കര എന്താ പറയാ നമുക്കൊരു ഉള്ളിൽ കുറച്ച് ഗൗരവമുള്ള ഒരാളായിട്ടാണ് തോന്നാറുള്ളത്. ഗൗരവം എല്ലായ്പ്പോഴും കാണേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യം ഇനി അഥവാ ഗൗരവം ഉണ്ടെന്നിരിക്കട്ടെ, അത് മുഖത്ത് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രിയുടെ പരിപാടിക്കിടയിൽ ചോദ്യം ചോദിച്ചൊരു വിഷയമൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന് ഈ ചിലപ്പോ ടെൻഷൻ ഉണ്ടാവും, എനിക്ക് ടെൻഷൻ. ഇപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് BJP കോർപ്പറേഷനിൽ ഭരണത്തിൽ വന്നു. ഒരു കാലത്ത് ആരും നടക്കില്ല, സ്വപ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യാഥാർത്ഥ്യമാക്കി കാണിച്ചു. നല്ലൊരു ഭരണം തുടക്കം മുതൽ തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ആ ഒരു മാറ്റം തന്നെയല്ലേ കേരളത്തിലും വരാൻ പോകുന്നത്? തീർച്ചയായിട്ടും. കാരണം BJP ജനങ്ങൾ വോട്ട് ചെയ്യാതിരുന്നതിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇവർക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, ഇവർ ജയിക്കില്ല എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണ മാറിയത് രാജേട്ടൻ ജയിച്ചു 2016. പക്ഷെ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ജയിച്ചു 2024. അതിൻ്റെ തൊട്ട് പിറകെ ഇപ്പോൾ കോർപ്പറേഷൻ ജയിച്ചു. അപ്പോൾ കോർപ്പറേഷൻ ജയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ ഇടയിലൊരു വിശ്വാസം വന്നു. BJPക്ക് വോട്ട് ചെയ്യുന്നത് അതൊരു വേസ്റ്റ് ആകുന്ന വോട്ടല്ല, ആ വോട്ട് കൊണ്ട് സമൂഹത്തിൽ മാറ്റമുണ്ടാവും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം ധാരാളം സ്ഥലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ ജയിക്കുമോ ഇല്ലയോ, ഇവർക്ക് വോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ആലോചിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് തിരുവനന്തപുരത്തെ ഫലം. ഇപ്പൊ വീണ്ടും കഴക്കൂട്ടത്ത് ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ എന്താണ് കഴക്കൂട്ടത്തെ ജനതയോട് പറയാനുള്ളത്? കഴക്കൂട്ടം വലിയ സാധ്യതകളുള്ള പ്രദേശമാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന പ്രദേശമാണ് കഴക്കൂട്ടം. കാരണം നമ്മുടെ IT സെക്ടറിൻ്റെ ഏറ്റവും വലിയ സെൻ്ററാണ്. അതോടൊപ്പം ധാരാളം സ്ഥാപനങ്ങൾ കഴക്കൂട്ടത്തുണ്ട്. ശ്രീചിത്ര സെൻറ്റർ തൊട്ട് RCC മെഡിക്കൽ കോളേജ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, LNCP, ഇങ്ങനെയുള്ള നിരവധി സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രയോജനം നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് കിട്ടാൻ എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഉണ്ട്. തൊട്ടടുത്തുള്ള സ്കൂളിൽ ഇതുപോലെയുള്ള സംസാരശേഷിയുടെയും ശ്രവണശേഷിയുടെയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾ പഠിക്കുന്നിരിക്കട്ടെ. ഈ മതിലിനപ്പുറത്തുള്ള സ്കൂളിൽ സഹായം ഇല്ലെങ്കിൽ ഈ സ്ഥാപനം കൊണ്ട് എന്താ പ്രയോജനം? അപ്പോൾ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഒരു വശത്ത്. രണ്ട്, കഴക്കൂട്ടം ഒരു ടെക്നോളജി ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്.
അതിനെ ഒരു ടെക്നോ സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കഴക്കൂട്ടം കേന്ദ്രീകരിച്ചുകൊണ്ട്. തൊട്ടടുത്ത് കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, LNCP ഉണ്ട്, ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. കാരണം IT സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു. വൈകുന്നേരം അവർക്കൊരു അല്ലെങ്കിൽ രാവിലെ അവർക്കൊരു ഫിസിക്കൽ എക്സസൈസിനുള്ള സ്കോപ്പ്, അവർക്ക് ആ ഓറിയൻറ്റേഷൻ കൊടുക്കാനുള്ള വഴി, ഇതിനൊക്കെയുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇതൊന്നും പരസ്പരം സഹായകരമാവുന്ന തരത്തിൽ പ്രയോജനപ്പെടുത്തപ്പെട്ടു. അപ്പോൾ കഴക്കൂട്ടത്തിൻ്റെ പൊട്ടൻഷ്യലിനെ അതിനെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക, അത് പ്രാവർത്തികമാക്കുക, അത് കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള ധാരാളം സാധ്യതകളുണ്ട്. ഇതുവരെ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കഴക്കൂട്ടത്തെ ഒരു 1,65,000 വരുന്ന വോട്ടർമാർ, അവരുടെ കുടുംബാംഗങ്ങൾ, ഇവർക്കെല്ലാവർക്കും വളരെ സുഖകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതം ഉറപ്പുവരുത്തും. അതാണ് ലക്ഷ്യം. എന്തായാലും മാറാത്തത് ഇക്കുറി മാറും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ നമുക്കിപ്പോൾ നെഞ്ചോട് ചേർത്ത് ഒരു താമര കാണാൻ പറ്റും. ഇതുപോലെ ജനങ്ങളും താമരയെ നെഞ്ചോട് ചേർക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. ഈ താമര എല്ലാവരുടെയും നെഞ്ചിലേക്ക് വരും. ഉറപ്പായിട്ടും. സന്തോഷം. ശരി.